റെഡ് വേസ്റ്റ് എന്ന ചുവന്ന മരുഭൂമിയിലൂടെ തന്റെ ഡ്രാഗണുകൾക്കും തന്നോടൊപ്പം നിന്ന കുറച്ച് ദോത്രാക്കികൾക്കുമൊപ്പം ഡിനേറിസ് യാത്ര തുടർന്നു. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ അവരുടെ കുതിരകൾ ഓരോന്നായി ചത്തു വീഴാൻ തുടങ്ങി. പൊള്ളുന്ന ചൂടിലും പട്ടിണിയിലും തന്റെ ഡ്രാഗണുകൾ ചത്തുപോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. ഇതിനൊരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ആ മരുഭൂമിയിൽ കിടന്ന് എല്ലാവരും മരിക്കുമെന്ന് മനസ്സിലാക്കിയ ഡിനേറിസ് തന്റെ വിശ്വസ്തരായ 3 പേരെ 3 വ്യത്യസ്ത ദിശകളിലേക്ക് അയച്ചു. അടുത്തെവിടെയെങ്കിലും ഗ്രാമങ്ങളോ നഗരമോ ഉണ്ടോ എന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ദിവസങ്ങൾക്ക് ശേഷം ഒരു ശുഭവാർത്തയുമായി അതിലൊരാൾ തിരിച്ചു വന്നു. മരുഭൂമിയുടെ തെക്കേ അറ്റത്തെ ക്വാർത്ത് എന്ന അതിസമ്പന്നമായ നഗരം അവരെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് അയാൾ അറിയിച്ചു. പക്ഷെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ ആ നഗരത്തിന്റെ കവാടത്തിന് മുന്നിലെത്തിയപ്പോൾ ക്വാർത്തിലെ പ്രഭുക്കന്മാരായ 13 അംഗ സംഘം ഡ്രാഗണുകളെ കാണിച്ചു തന്നാൽ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടൂ എന്ന് ദിനേറിസിനോട് പറഞ്ഞു. തന്റെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുകയാണെന്നും അവർക്ക് അകത്ത് കയറാൻ അനുമതി നൽകണമെന്നും പറഞ്ഞ് ഡിനേറിസ് അവരുമായി തർക്കിക്കുന്നതിനിടയിൽ പ്രഭുക്കന്മാരിൽ ഒരാളായ സോറോ ഇടപെട്ടു. ഡിനേറിസിനെയും അവരുടെ ആളുകളെയും നഗരത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുമെന്ന് പറയുന്ന അയാൾ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി താൻ ഏറ്റെടുക്കാമെന്നും അറിയിച്ചു. അങ്ങനെ ക്വാർത്തിന്റെ പടുകൂറ്റൻ കവാടങ്ങൾ ഡിനേറിസിനായി തുറക്കപ്പെട്ടു. മാർബിൾ കൊട്ടാരങ്ങളും സുഗന്ധദ്രവ്യങ്ങൾ നിറഞ്ഞ കമ്പോളങ്ങളും പട്ടുവസ്ത്രങ്ങൾ ധരിച്ച പ്രഭുക്കന്മാരും നിറഞ്ഞ ആ നഗരം അവളെ അത്ഭുതപ്പെടുത്തി. സമ്പന്നനായ സോറോ തന്റെ കൊട്ടാരത്തിൽ ഡിനേറിസിനും സംഘത്തിനും താമസമൊരുക്കി. അവിടെ അവർക്ക് രാജകീയമായ വസ്ത്രങ്ങളും ഭക്ഷണവും ലഭിച്ചു. ഡിനേറിസിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന സോറോ അവളെ സഹായിക്കാമെന്നേറ്റു. ക്വാർത്തിലെ ഏറ്റവും വലിയ ധനികനാണെന്ന് അവകാശപ്പെടുന്ന സോറോ അയാളുടെ നിലവറയുടെ ഒരു വലിയ വാതിൽ ഡിനേറിസിന് കാണിച്ചു കൊടുത്തു. ആ നിലവറ മുഴുവൻ വിലമതിക്കാനാവാത്ത സമ്പത്തുണ്ടെന്നും തന്നെ വിവാഹം ചെയ്താൽ ആ പണം ഉപയോഗിച്ച് അവൾക്ക് വലിയൊരു സൈന്യത്തെയും കപ്പലുകളെയും വാങ്ങാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ അപരിചിതനായ സോറോയുടെ വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവുമെന്ന് സംശയിച്ച ദിനേറിസിന്റെ വിശ്വസ്തനായ ജോറ ആ വാഗ്ദാനം സ്വീകരിക്കുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ചു. അവളെ സ്വീകരിക്കാൻ ഒരുക്കിയ വിരുന്നിൽ വെച്ച് ക്വാർത്തിലെ മറ്റു പ്രഭുക്കന്മാരെ പരിചയപ്പെട്ട ഡിനേറിസിനെ പ്യാറ്റ്രി എന്ന മന്ത്രവാദിയായ പ്രഭു ഹൗസ് ഓഫ് ദി അണ്ടൈങ് എന്ന തന്റെ കോട്ട സന്ദർശിക്കാൻ ക്ഷണിച്ചു. ഒരു ദിവസം പുറത്തു പോയിരുന്ന ഡിനേറിസ് തിരിച്ചെത്തിയപ്പോൾ കാവൽക്കാരെ എല്ലാം കൊലപ്പെടുത്തി അവളുടെ ഡ്രാഗണുകളെ ആരോ മോഷ്ടിച്ചതായി മനസ്സിലാക്കി. തന്റെ ഡ്രാഗണുകളെ കണ്ടെത്താൻ അവൾ നഗരം ഭരിക്കുന്ന പ്രഭുക്കന്മാരുടെ സഹായം തേടി. എന്നാൽ മന്ത്രവാദിയായ പാറ്റിനും സോറോയ്ക്കും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ സഭയിൽ വെച്ച് താനാണ് ഡ്രാഗണുകളെ മോഷ്ടിച്ചതെന്ന് പരസ്യമായി സമ്മതിച്ച പ്യാറ്റ്രി നിമിഷ നേരം കൊണ്ട് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ സഭയിലെ എല്ലാ പ്രഭുക്കന്മാരെയും വധിച്ച ശേഷം സോറോയെ കോർത്തിന്റെ രാജാവായി പ്രഖ്യാപിച്ചു. ഡ്രാഗണുകളെ തിരികെ വേണമെങ്കിൽ ഹൗസ് ഓഫ് ദി അണ്ടൈങ് എന്ന തന്റെ കോട്ടയിലേക്ക് വരാൻ അയാൾ ഡിനേറിസിനെ വെല്ലുവിളിച്ചു. തനിക്ക് ചുറ്റും വലിയൊരു ചതിക്കുഴി ഒരുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഡിനേറിസ് തന്റെ ഡ്രാഗണുകളെ തേടി ആ വലിയ കോട്ടയുടെ മുന്നിലെത്തി. നിഗൂഢമായ ആ കെട്ടിടത്തിന് വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അകത്ത് കടക്കാൻ വഴി അന്വേഷിച്ച് അതിനു ചുറ്റും നടക്കുന്നതിനിടെ എങ്ങനെയെന്നറിയാതെ അവൾ ആ കോട്ടയ്ക്കുള്ളിൽ അകപ്പെട്ടു. അതിനുള്ളിലൂടെ മുന്നോട്ട് നീങ്ങിയ ഡിനേറിസ് ചുറ്റും വാതിലുള്ള ഒരു മുറിയിലെത്തി. ഡ്രാഗണുകളുടെ കരച്ചിൽ കേട്ട് അതിലൊരു വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന വെസ്റ്ററോസിലെ രാജകൊട്ടാരമായ റെഡ് കീപ്പും അവൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച അയൺ ത്രോൺ എന്ന സിംഹാസനവും കണ്ടു. വീണ്ടും ഡ്രാഗണുകളുടെ ശബ്ദം പിന്തുടർന്ന് മുന്നോട്ട് നീങ്ങിയ അവൾ നൈറ്റ്സ് വാച്ചിന്റെ വലിയ മതിലിനപ്പുറത്തെത്തി. അവിടെ ഒരു കുടിലിൽ മരിച്ചുപോയ തന്റെ ഭർത്താവ് കാൽ ഡ്രോഗോയും ജനിക്കുന്നതിന് മുൻപേ നഷ്ടപ്പെട്ട തന്റെ മകനും ജീവനോടെ ഇരിക്കുന്നത് കാണുന്ന ഡിനേറിസിന്റെ മനസ്സ് അവരോടൊപ്പം അവിടെ ജീവിക്കാൻ കൊതിച്ചു. പക്ഷെ ഇതൊക്കെ മന്ത്രവാദിയായിരുന്ന പ്യാറ്റിന്റെ ചതിയായിരുന്നു. ഡ്രാഗണുകളെ കൈവശം വെക്കുന്നത് അയാളുടെ മാന്ത്രിക ശക്തികൾ വർദ്ധിപ്പിക്കുമെന്ന് പ്യാറ്റ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഡ്രാഗണുകൾ കൂടുതൽ ശക്തരാവണമെങ്കിൽ അവരുടെ അമ്മയായ ഡിനേറിസ് അവയോടൊപ്പം വേണം. അവൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാണിച്ച് അവളെ ഡ്രാഗണുകൾക്കൊപ്പം ആ കോട്ടയിൽ തളിച്ചിടുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ ഇതെല്ലാം പ്യാറ്റ്രിയുടെ മായാവിദ്യകളാണെന്ന് മനസ്സിലാക്കുന്ന ഡിനേറിസ് ഡ്രാഗണുകളെ ചങ്ങലയിൽ കെട്ടിയിട്ട മുറിയിലെത്തി. പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട പ്യാറ്റ് മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഡിനേറിസിനെയും ചങ്ങലകളിൽ ബന്ധിച്ചു. അവിടെ വെച്ച് തന്റെ ഡ്രാഗണുകളുടെ മുഖത്തേക്ക് നോക്കുന്ന ഡിനേറിസ് ഒരമ്മയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുന്നത് പോലെ തന്റെ മുഖത്തേക്ക് ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന ഡ്രാഗണുകളെയാണ് കണ്ടത്. വലേറിയൻ ഭാഷയിലെ ഡ്രിക്കാറിസ് അഥവാ ഡ്രാഗൺ ഫയർ എന്ന അവളുടെ വാക്ക് കേട്ടതും 3 ഡ്രാഗണുകളും ചേർന്ന് തീ തുപ്പി പാറ്റിനെ കത്തിച്ച് കൊന്നുകളഞ്ഞു. പുറത്തെത്തിയ ഡിനേറിസ് നേരെ പോയത് സോറോയുടെ അടുത്തേക്കായിരുന്നു. അവളുടെ ദാസിയായിരുന്ന ഡോറിയയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. സോറോയെ ബന്ദിയാക്കിയ ശേഷം അയാളുടെ നിലവറ തുറന്നു നോക്കിയപ്പോൾ അതിനകം കാലിയായിരുന്നു. അയാളുടെ വാക്കുകളും സമ്പത്തും എല്ലാം പൊള്ളയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഡിനേറിസ് സോറോയെയും അവളെ ചതിച്ച അവളുടെ ദാസിയെയും ആ നിലവറയിൽ ഇട്ട് പൂട്ടിയ ശേഷം ആ കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ച് ക്വാർത്ത് നഗരം വിട്ടു. അതേസമയം കിങ്സ് ലാൻഡിംഗിലെത്തിയ ടിറിയൻ ലാനിസ്റ്റർ തന്റെ അഭാവത്തിൽ ടിറിയനെ ഹാൻഡ് ഓഫ് ദി കിങ് ആയി നിയമിച്ചുകൊണ്ടുള്ള ടൈവന്റെ ഉത്തരവ് കൗൺസിലിൽ സമർപ്പിച്ച ശേഷം ഹാൻഡ് ഓഫ് ദി കിങ് ആയി ചുമതലയേറ്റ് തന്റെ ജോലികൾ ആരംഭിച്ചു. അപ്പോഴേക്കും സ്റ്റാനിസ് ബറാത്യൻ അയച്ച കത്തുകൾ കിങ്സ് ലാൻഡിംഗിൽ കാട്ടുതീ പോലെ പടർന്നിരുന്നു. ജോഫ്രി സെർസിയുടെയും സഹോദരൻ ജെയ്മിയുടെയും മകനാണെന്നും കിരീടത്തിൽ അവനൊരു അവകാശമില്ലെന്നുമുള്ള ആ രഹസ്യം പുറത്തു വന്നതോടെ തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം ജോഫ്രിയെ പിടികൂടി. കിരീടത്തിൽ അവകാശം ഉന്നയിച്ചു ആരും വരാതിരിക്കാനായി റോബർട്ട് ബറാത്യന്റെ ജാരസന്തതികളെ എല്ലാം കൊന്നുകളയാൻ
ജോഫ്രി തീരുമാനിച്ചു. നഗരത്തിലെ എല്ലാ വീടുകളിലും വേശ്യാലയങ്ങളിലും കയറിയിറങ്ങിയ ജോഫ്രിയുടെ പടയാളികൾ റോബർട്ടിന്റെ കുട്ടികളാണെന്ന് സംശയം തോന്നിയ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ജോഫ്രിയുടെയും സെർസിയുടെയും ഇത്തരം ക്രൂരതകൾ തടഞ്ഞില്ലെങ്കിൽ അപകടമാണെന്ന് മനസ്സിലാക്കുന്ന ടിറിയൻ ചില തീരുമാനങ്ങൾ എടുത്തു. നെഡ് സ്റ്റാർക്കിനെ ചതിച്ചു കൊല്ലാൻ കൂട്ടുനിൽക്കുകയും റോബർട്ട് രാജാവിന്റെ ജാരസന്തതികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നൊടുക്കുകയും ചെയ്ത സിറ്റി വാച്ച് കമാൻഡർ സ്ലിന്റിനെ കാസിൽ ബ്ലാക്കിലേക്ക് നാട് കടത്തിയ ടിറിയൻ തന്റെ വിശ്വസ്തനായ ബ്രോണിനെ സിറ്റി വാച്ചിന്റെ തലവനായി നിയമിച്ചു. സെർസിയുടെ ചാരൻ ആരാണെന്ന് കണ്ടെത്തുകയായിരുന്നു ടിറിയന്റെ അടുത്ത ലക്ഷ്യം. അതിനായി ടിറിയൻ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി. ഗ്രാൻഡ് മാസ്റ്റർ പൈസൽ, വാരിസ്, ബെയിലിഷ് എന്നിവരോട് സെർസിയുടെ മകൾ മെർസലയെ വെസ്റ്ററോസിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലേക്ക് താൻ വിവാഹം ചെയ്തു കൊടുക്കാൻ പോവുകയാണെന്നും പക്ഷെ ഈ കാര്യം ഒരിക്കലും സെർസി അറിയരുതെന്നും പറഞ്ഞു. എന്നാൽ 3 പേരോടും 3 വ്യത്യസ്ത കുടുംബങ്ങളുടെ പേരാണ് ടിറിയൻ പറഞ്ഞത്. വൈകുന്നേരമായപ്പോഴേക്കും മെർസലയെ ഡോണിലേക്ക് വിവാഹം ചെയ്യാൻ ടിറിയൻ തീരുമാനിച്ചെന്ന കാര്യം സെർസി അറിഞ്ഞു. ഇതോടെ പൈസലാണ് ചാരനെന്ന് മനസ്സിലാക്കിയ ടിറിയൻ ബ്രോണിനെയും കൂട്ടി പൈസലിന്റെ മുറിയിൽ അതിക്രമിച്ചു കയറി കൊട്ടാരത്തിൽ ചാരപ്പണികൾ നടത്തിയതിന്റെ പേരിൽ പൈസലിനെ തടവിലാക്കി. അതേസമയം നെഡിന്റെ മകളും ജോഫ്രിയുടെ ഭാവി വധുവുമായ സാൻസ സ്റ്റാർക്ക് കൊട്ടാരത്തിൽ ഒരു തടവുകാരിയെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. എപ്പോഴൊക്കെ റോബ് സ്റ്റാർക്ക് ലാനിസ്റ്റർ സൈന്യത്തെ തോൽപ്പിച്ചു എന്ന വാർത്ത വരുന്നുവോ അപ്പോഴൊക്കെ ജോഫ്രി സാൻസയെ ഉപദ്രവിച്ചു. കിങ്സ് ലാൻഡിങ്ങിലേക്കുള്ള വഴിയിൽ പരിചയപ്പെട്ട ഷേ എന്ന ഒരു വേശ്യയുമായി ടിറിയൻ പ്രണയത്തിലായിരുന്നു. ജോഫ്രിയും സെർസിയും അവളെപ്പറ്റി മനസ്സിലാക്കിയാൽ തന്നോടുള്ള ദേഷ്യം തീർക്കാനായി അവളെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കിയ ടിറിയൻ അവളെ രഹസ്യമായി കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയായിരുന്നു. അധികകാലം അവളെ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ടിറിയൻ അവളെ വേഷം മാറ്റി സാൻസയുടെ ദാസിയായി നിയമിച്ചു. അതേസമയം ലാനിസ്റ്റർമാർക്കെതിരെയുള്ള യുദ്ധത്തിൽ കിങ്സ് ലാൻഡിങ്ങിലെത്താൻ കപ്പലുകൾ ആവശ്യമായിരുന്ന റോബ് സ്റ്റാർക്ക് അതിനായി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ തിയോണിനെ അവന്റെ പിതാവായ ബെയ്ലോൺ ഗ്രേജോയുടെ സഹായം ചോദിക്കാനായി അവന്റെ നാടായ അയൺ ഐലൻഡ്സിലേക്ക് അയച്ചു. വെസ്റ്ററോസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ദ്വീപുകളാണ് അയൺ ഐലൻഡ്സ്. സ്ഥിരമായുള്ള കൊടുങ്കാറ്റും മഴയും കാരണം കൃഷി ചെയ്യാൻ സാധിക്കാത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് കൃഷിയോ കച്ചവടമോ അറിയില്ല. മറ്റു രാജ്യങ്ങളുടെ തീരങ്ങളിൽ കപ്പലിലെത്തി അവിടുത്തെ ഗ്രാമങ്ങൾ കൊള്ളയടിക്കലാണ് അവരുടെ ജീവിതമാർഗം. വളരെ പരുക്കന്മാരായ ഇവർ സ്നേഹം, ദയ തുടങ്ങിയ വികാരങ്ങളെ മനുഷ്യന്റെ കഴിവുകേടായാണ് കണ്ടിരുന്നത്. റോബർട്ട് ബറാത്തിയൻ വെസ്റ്ററോസ് ഭരിച്ചിരുന്ന കാലം അയൺ ഐലൻഡ്സിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കാൻ തിയോണിന്റെ പിതാവ് ബെയ്ലോൺ ഗ്രേജോയ് റോബർട്ടിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും സ്വയം രാജാവായി അവരോധിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ റോബർട്ട് ബറാത്തിയൻ നെഡ് സ്റ്റാർക്കിനൊപ്പം അയൺ ഐലൻഡ് ആക്രമിച്ച് ബെയ്ലോണിനെ കീഴടക്കി. ഈ യുദ്ധത്തിൽ ബെയ്ലോണിന്റെ മൂത്ത 2 ആൺമക്കളായ റോഡ്രിക്കും മാരോണും കൊല്ലപ്പെട്ടു. തന്റെ 2 ആൺമക്കൾ മരിക്കുകയും കൊട്ടാരം തകരുകയും ചെയ്തതോടെ ബെയ്ലോൺ ഗ്രേജോയ് പരാജയം സമ്മതിച്ചു. എന്നാൽ ബെയ്ലോൺ ഭാവിയിൽ വീണ്ടും ചതിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ നെഡ് സ്റ്റാർക്ക് യുദ്ധത്തിന് ശേഷം ഒരു നിബന്ധന വെച്ചു. ബെയ്ലോണിന് ഇനി ബാക്കിയുള്ളത് യാര എന്ന പെൺകുട്ടിയും 8 വയസ്സ് മാത്രം പ്രായമുള്ള തിയോൺ എന്ന ആൺകുട്ടിയും മാത്രമായിരുന്നു. ഇനി ഒരിക്കൽ കൂടി രാജാവിനെതിരെ തിരിഞ്ഞാൽ അവന്റെ ഏക മകനായ തിയോണിനെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിയോണിനെ ഒരു പണയ വസ്തുവായി നെഡ് സ്റ്റാർക്ക് തന്റെ കൂടെ വിന്റർഫെല്ലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് തിയോൺ ഗ്രേജോയ് വിന്റർഫെല്ലിൽ എത്തുന്നത്. വിന്റർഫെല്ലിൽ എത്തിയ തിയോണിനെ നെഡ് സ്റ്റാർക്ക് സ്വന്തം മക്കളെ പോലെയാണ് വളർത്തിയത്. നെഡ് സ്റ്റാർക്കിന്റെ മക്കൾക്ക് അവനൊരു സഹോദരനെ പോലെ ആയിരുന്നു. എന്നിരുന്നാലും താൻ ഒരു തടവുകാരനാണെന്നും സ്വന്തം പിതാവ് വീണ്ടും കലാപമുണ്ടാക്കിയാൽ ഏത് നിമിഷവും തന്റെ തലയറുക്കാൻ നെഡ് സ്റ്റാർക്ക് മടിക്കില്ലെന്നും തിയോണിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പ്രതീക്ഷകളോടെ അയൺ ഐലൻഡ്സിൽ തിരിച്ചെത്തിയ അവിടുത്തെ പ്രഭുവിന്റെ മകനായ തിയോണിനെ സ്വീകരിക്കാൻ കൊട്ടാരത്തിൽ നിന്നും ആരും എത്തിയിരുന്നില്ല. കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരു കുതിരയെ അന്വേഷിച്ച തിയോണിനോട് താൻ അതുവഴിയാണ് പോകുന്നതെന്നും തന്നോടൊപ്പം വന്നാൽ കൊട്ടാരത്തിൽ എത്തിക്കാമെന്നും പറഞ്ഞ് ഒരു യുവതി മുന്നോട്ട് വന്നു. യാത്രയിലുടനീളം തിയോൺ ആ യുവതിയോട് വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. അയൺ ഐലൻഡ്സിലെ പ്രഭുവിന്റെ മകനായ തന്റെ പ്രതാപത്തെക്കുറിച്ചും വടക്കൻ രാജ്യത്തെ തന്റെ സുഹൃത്തായ റോബ് സ്റ്റാർക്കിനെ കുറിച്ചുമെല്ലാം അഹങ്കാരത്തോടെ അവൻ അവളോട് പറഞ്ഞു. എന്നാൽ ആ പെൺകുട്ടി ഇതൊന്നും കാര്യമാക്കാതെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. വലിയ പാറക്കെട്ടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പൈക്ക് എന്ന കൊട്ടാരത്തിൽ എത്തിയ തിയോൺ തന്റെ പിതാവായ ബെയ്ലോണിനെ കാണുന്നു. എന്നാൽ അവൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം കണ്ട തന്റെ ഇളയ മകന്റെ വസ്ത്രധാരണവും സംസ്കാരവും എല്ലാം മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അയാൾ അവനോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുക്കാൻ കപ്പലുകൾ നൽകി സഹായിച്ചാൽ അയൺ ഐലൻഡ്സിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി ബെയ്ലോണിനെ അവിടുത്തെ രാജാവാക്കി നിയമിക്കാമെന്ന റോബിന്റെ സന്ദേശം അവൻ ബെയ്ലോണിനെ അറിയിച്ചു. എന്നാൽ അത് കേട്ട ബെയ്ലോണിന്റെ മുഖത്ത് പുച്ഛവും ദേഷ്യവുമാണ് വന്നത്. മറ്റൊരാൾ ഔദാര്യമായി തരുന്ന കിരീടം വെക്കാൻ താൻ തയ്യാറല്ല എന്നും എനിക്കുള്ളത് ഞാൻ തന്നെ പിടിച്ചെടുത്തുകൊള്ളാമെന്നും പറഞ്ഞ് ബെയ്ലോൺ റോബ് കൊടുത്തയച്ച ആ കത്ത് തീയിലേക്ക് വലിച്ചെറിഞ്ഞു.
അവിടെ വെച്ച് തിയോൺ മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കി. കൊട്ടാരത്തിലേക്കുള്ള യാത്രയിൽ താൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചതും ശരീരത്തിൽ സ്പർശിച്ചതും തന്റെ മൂത്ത സഹോദരിയായ യാര ഗ്രേജോയോടായിരുന്നു. അവളാണ് ഇപ്പോൾ കപ്പലുകൾ നിയന്ത്രിക്കുന്നതും ഗ്രേജോയ് കുടുംബത്തിന്റെ പ്രധാന ശക്തിയും. തന്നെ മനസ്സിലായിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന തിയോണിന്റെ ചോദ്യത്തിന് നിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു എന്നായിരുന്നു യാരയുടെ മറുപടി. അവിടെ വെച്ച് ബെയ്ലോൺ തന്റെ പുതിയ പദ്ധതി യാരയോടും തിയോണിനോടും വിവരിച്ചു. റോബ് സ്റ്റാർക്ക് തന്റെ സൈന്യത്തോടൊപ്പം ലാനിസ്റ്റർമാരെ ആക്രമിക്കാൻ പോയതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത വടക്കൻ പ്രവിശ്യയിലെ കോട്ടകളിൽ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടാവൂ. ഈ അവസരം മുതലെടുത്ത് അവിടുത്തെ പ്രധാന കോട്ടകളും തുറമുഖങ്ങളും കൊള്ളയടിക്കുക എന്നതായിരുന്നു ബെയ്ലോണിന്റെ തീരുമാനം. അതിനായി യാരയ്ക്ക് 30 യുദ്ധക്കപ്പലുകൾ ബെയ്ലോൺ നൽകി. വടക്കൻ പ്രവിശ്യയിലെ വലിയ കോട്ടകളിലൊന്നായ ഡീപ് വുഡ് മോട്ടെ പിടിച്ചെടുക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. എന്നാൽ തിയോണിനെ ഏൽപ്പിച്ച ദൗത്യം വളരെ ചെറുതും അവനെ അപമാനിക്കുന്നതിന് തുല്യവുമായിരുന്നു. സ്റ്റോണി ഷോറിലെ അതിജീവനത്തിനായി മീൻ പിടിക്കുന്ന ഗ്രാമങ്ങൾ കൊള്ളയടിക്കണം. അതിനായി ഒരു പഴയ കപ്പലും അവന് നൽകി. ബെയ്ലോണിന്റെ ഈ തീരുമാനങ്ങൾ തിയോണിനെ അസ്വസ്ഥനാക്കി. അവനെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച റോബ് സ്റ്റാക്കിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ അവൻ തീരുമാനിച്ചു. തന്റെ പിതാവ് വടക്ക് ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് കോട്ടയുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അവൻ തയ്യാറാക്കി. എന്നാൽ സ്റ്റാർക്കുകളെ സഹായിച്ചാൽ തനിക്ക് ഇനി ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നും എന്നേക്കുമായി താൻ ഒറ്റപ്പെടുമെന്നും മനസ്സിലാക്കിയ അവൻ ആ കത്ത് കത്തിച്ചു കളയുന്നു. തന്റെ നിലനിൽപ്പിനായി ഈ ചതിക്ക് കൂട്ടുനിൽക്കാൻ അവൻ തീരുമാനിച്ചു. അതോടെ സ്റ്റാർക്ക് കുടുംബത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ച് സ്വന്തം വേരുകളിലേക്ക് മടങ്ങാൻ തിയോൺ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ കടൽ തീരത്ത് വെച്ച് അയൺ ഐലൻഡ്സിലെ പുരോഹിതന്റെ സഹായത്തോടെ തിയോൺ ഔദ്യോഗികമായി ഒരു ഗ്രേജോയായി മാറി. ശേഷം തിയോൺ തന്റെ ചെറിയ കപ്പലുമായി സ്റ്റോണി ഷോറിലെ ഗ്രാമങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങി. എന്നാൽ അവന്റെ ഉത്തരവുകൾ കൂടെയുള്ള ആളുകൾ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, അവർ അവനെ ഒരു നേതാവായി അംഗീകരിക്കാൻ തയ്യാറായില്ല. മീൻപിടുത്ത ഗ്രാമങ്ങൾ ആക്രമിച്ച് കുറച്ച് ആടുകളെ മോഷ്ടിക്കുന്നത് കൊണ്ട് ആരും തന്നെ ബഹുമാനിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ തിയോൺ അച്ഛന്റെയും മറ്റുള്ളവരുടെയും വിശ്വാസവും ബഹുമാനവും നേടാൻ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. വടക്കൻ രാജ്യത്തെ ചെറിയ ഗ്രാമങ്ങൾ ആക്രമിക്കുന്നതിനു പകരം റോബിന്റെ അഭാവത്തിൽ സൈന്യമില്ലാത്ത വിൻഡർഫെൽ പിടിച്ചെടുക്കാൻ തിയോൺ തീരുമാനിച്ചു. വിൻഡർഫെല്ലിന്റെ കോട്ടവാതിൽ കടന്ന് അകത്തു കയറണമെങ്കിൽ കാവൽക്കാരായ പട്ടാളക്കാരെ കോട്ടയ്ക്ക് പുറത്തെത്തിക്കണം. അതിനായി തന്റെ വിശ്വസ്തനായ ഡാഗ്മറിന്റെ സഹായത്തോടെ കുറച്ച് പടയാളികളെ വിട്ട് വിൻഡർഫെല്ലിന് അടുത്തുള്ള ടോറൻ സ്ക്വയർ എന്ന പ്രദേശം തിയോൺ ആക്രമിച്ചു. തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശം ശത്രുക്കൾ ആക്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വിൻഡർഫെല്ലിന്റെ സുരക്ഷാ ചുമതലയുള്ള റോഡ്രിക് തന്റെ പടയാളികളുമായി അങ്ങോട്ട് പോയി. അതോടെ വിൻഡർഫെല്ലിന്റെ വാതിലുകൾ പൂർണ്ണമായും തിയോണിന് മുന്നിൽ തുറന്നു. തന്റെ 20 പടയാളികളുമായി വിൻഡർഫെല്ലിന്റെ മതിൽ ചാടിക്കടക്കുന്ന തിയോൺ കാവൽക്കാരോ സൈനികരോ ഇല്ലാത്ത വിൻഡർഫെൽ വളരെ എളുപ്പത്തിൽ പിടിച്ചെടുത്തു. രാവിലെ എഴുന്നേറ്റ നെഡിന്റെ ഇളയ മക്കളായ ബ്രാനും റിക്കോണും കാണുന്നത് അവർ സഹോദരനെ പോലെ കണ്ടിരുന്ന തിയോൺ കോട്ടയുടെ മുറ്റത്ത് നിന്ന് അവരെ വെല്ലുവിളിക്കുന്നതാണ്. തന്റെ ചുറ്റുമുള്ള പടയാളികളും കോട്ടയിലുള്ളവരും തന്നെ ഒരു നേതാവായി അംഗീകരിക്കണമെങ്കിൽ കർശനമായി പെരുമാറണമെന്ന് തിയോണിന് അറിയാമായിരുന്നു. അതിനായി അവനെ തടയാനെത്തിയ വിൻഡർഫെല്ലിന്റെ സൈന്യത്തലവൻ റോഡ്രിക്കിന്റെ തലയറുത്ത് തന്റെ ശക്തിയും ധൈര്യവും തെളിയിക്കാൻ അവൻ ശ്രമിച്ചു. തിയോണിന്റെ ഈ ക്രൂരതകൾ കണ്ടുനിന്ന വിൻഡർഫെല്ലിലെ ദാസിയായിരുന്ന ഓഷ നെഡിന്റെ കുട്ടികളെ രക്ഷിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. തിയോണിന്റെ വിശ്വാസം പിടിച്ചു പറ്റാനായി അന്ന് രാത്രി അവൾ തിയോണിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടു. തിയോൺ നല്ല ഉറക്കത്തിലായ സമയം മുറിയിൽ നിന്നും പുറത്തു കടന്ന അവൾ ബ്രാനെയും റിക്കോണിനെയും അവരുടെ സഹായിയായ ഹോഡോറിനെയും കൂട്ടി അവരുടെ 2 ചെന്നായ്ക്കൾക്കൊപ്പം കോട്ടയുടെ പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു. രാവിലെ എഴുന്നേറ്റ തിയോണിന് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. തന്റെ വേട്ടപ്പട്ടികളുമായി അവരെ അന്വേഷിച്ചിറങ്ങിയ തിയോണിന് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. വെറും കൈയോടെ തിരിച്ചുപോയാൽ ആ കുട്ടികൾ രക്ഷപ്പെട്ടതിന്റെ പേരിൽ എല്ലാവരും തന്നെ പരിഹസിക്കുമെന്ന് മനസ്സിലാക്കിയ തിയോൺ വിൻഡർഫെല്ലിനടുത്തുള്ള ഒരു ഫാമിൽ താമസിച്ചിരുന്ന 2 അനാഥ കുട്ടികളെ കൊന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിച്ച ശേഷം കോട്ടയുടെ പ്രധാന വാതിലിന് മുകളിൽ കെട്ടിത്തൂക്കി. അത് ബ്രാനും റിക്കോണുമാണെന്ന് കോട്ടയിലുള്ള എല്ലാവരെയും അവൻ വിശ്വസിപ്പിച്ചു. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ യാര അപ്പോഴേക്കും അവിടെ എത്തി. തന്നെ സഹായിക്കാൻ കൂടുതൽ സൈന്യവുമായി വന്നതാണവൾ എന്നാണ് തിയോൺ കരുതിയത്. പക്ഷെ വിൻഡർഫെൽ ആക്രമിച്ചത് ഒരു വലിയ വിഡ്ഢിത്തമാണെന്ന് പറയുന്ന യാര കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് കടലിൽ നിന്നും ഒരുപാട് അകലെയുള്ള ഈ കോട്ട സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അവനോട് പറഞ്ഞു. മാത്രമല്ല, നെഡ് സ്റ്റാർക്കിന്റെ കുട്ടികളെ കൊന്ന വാർത്ത അറിഞ്ഞാൽ വടക്കൻ രാജ്യങ്ങളിലെ എല്ലാവരും നിന്റെ ജീവനെടുക്കാൻ വരുമെന്നും ഇപ്പോൾ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. എന്നാൽ ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോയാൽ തന്നെ ആരും പിന്നെ അംഗീകരിക്കില്ല എന്നറിയാമായിരുന്നു തിയോൺ അവിടെ തന്നെ തുടരാൻ വാശി പിടിച്ചു. തന്റെ അനുജൻ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ യാര അവിടെ നിന്നും തിരിച്ചു പോകുന്നു.
അതേസമയം തന്റെ തടവിൽ കഴിയുന്ന ജെയ്മി ലാനിസ്റ്ററെ വിട്ടു നൽകാൻ ആൾട്ടൺ ലാനിസ്റ്റർ എന്ന ചാരൻ വഴി 3 നിബന്ധനകൾ റോബ് സ്റ്റാർക്ക് കിങ്സ് ലാൻഡിംഗിലേക്ക് അയച്ചിരുന്നു. നോർത്തും റിവർലാൻഡ്സും സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക, കൊട്ടാരത്തിൽ തടവിലുള്ള തന്റെ സഹോദരിമാരായ സാൻസയെയും ആര്യയെയും തിരികെ നൽകുക, തന്റെ അച്ഛനായ നെഡ് സ്റ്റാർക്കിന്റെ മൃതദേഹം ആചാരപൂർവ്വം അടക്കം ചെയ്യാനായി തിരികെ നൽകുക. ഇതായിരുന്നു റോബ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ. എന്നാൽ റോബ് മുന്നോട്ട് വെച്ച ഈ നിബന്ധനകൾ ഒന്നും തന്നെ സെർസി അംഗീകരിച്ചില്ല. ഈ വിവരവുമായി തിരിച്ചു വന്ന ആൾട്ടനെ ജെയ്മിയോടൊപ്പം തടവിലാക്കിയ ശേഷം ലാനിസ്റ്റർമാരുടെ കീഴിലുള്ള ക്രാഗ് എന്ന കോട്ട ആക്രമിക്കാനായി റോബ് പുറപ്പെട്ടു. അതേസമയം ഡ്രാഗൺ സ്റ്റോണിൽ മരിച്ച രാജാവായ റോബർട്ട് ബറാത്തിയന്റെ താഴെയുള്ള അനുജനും യഥാർത്ഥ കിരീടാവകാശിയുമായ സ്റ്റാനിസ് ബറാത്തിയൻ ജോഫ്രിയിൽ നിന്നും സിംഹാസനം പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മരിക്കുന്നതിന് മുൻപ് നെഡ് സ്റ്റാർക്ക് അയച്ച സന്ദേശത്തിൽ നിന്നും തന്റെ മൂത്ത സഹോദരനായ റോബർട്ടിന്റെ മകനല്ല ജോഫ്രി എന്നും അടുത്ത രാജാവാകാനുള്ള അവകാശം തനിക്കാണെന്നും സ്റ്റാനിസ് മനസ്സിലാക്കിയിരുന്നു. ജോഫ്രിയും മറ്റു കുട്ടികളും സെർസിയുടെയും ജെയ്മിയുടെയും അവിഹിതത്തിലുണ്ടായ കുട്ടികളാണെന്നും താനാണ് യഥാർത്ഥ കിരീടാവകാശി എന്നുമുള്ള സന്ദേശം വെസ്റ്ററോസിലെ എല്ലാ പ്രഭുക്കന്മാരെയും സ്റ്റാനിസ് അറിയിച്ചിരുന്നു. പക്ഷേ ജോഫ്രിയെ നേരിടാനുള്ള സൈന്യബലം ഇല്ലാതിരുന്ന സ്റ്റാനിസ് യുദ്ധം ജയിക്കാൻ വേണ്ടി മെലിസാൻഡ്ര എന്ന മന്ത്രവാദിനിയുടെ സഹായം തേടി. വെസ്റ്ററോസിലെ ആളുകൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ഉപേക്ഷിച്ച് ലോർഡ് ഓഫ് ദി ലൈറ്റ് എന്ന അഗ്നിദൈവത്തിൽ വിശ്വസിച്ചാൽ ഈ യുദ്ധം ജയിക്കാമെന്ന മെലിസാൻഡ്രയുടെ വാക്കുകൾ വിശ്വസിക്കുന്ന സ്റ്റാനിസ് പഴയ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ കത്തിച്ച ശേഷം ലോർഡ് ഓഫ് ദി ലൈറ്റിനെ തന്റെ പുതിയ ദൈവമായി സ്വീകരിച്ചു. മറുവശത്ത് രാജാവാകാൻ സ്റ്റാനിസിനേക്കാൾ അർഹത തനിക്കാണെന്ന് വിശ്വസിച്ച അയാളുടെ അനുജൻ റെൻലി ബറാത്തിയൻ വെസ്റ്ററോസിന്റെ സിംഹാസനം പിടിച്ചടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. തെക്കൻ പ്രവിശ്യയിലെ അതിസമ്പന്നരായ ടൈറൽ കുടുംബത്തിലെ മാർജറിയെ വിവാഹം കഴിച്ചതോടെ അവരുടെ വലിയ സൈന്യം റെൻലിയോടൊപ്പം ചേർന്നു. യഥാർത്ഥത്തിൽ മാർജറിയുടെ സഹോദരൻ ലോറിസുമായി പ്രണയത്തിലായിരുന്ന റെൻലി ഒരു ഗേ ആയിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്ന മാർജറി ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, വെസ്റ്ററോസിന്റെ രാജ്ഞിയാവുക. ഒരു ദിവസം കെയ്റ്റ്ലിൻ സ്റ്റാർക്ക് റെൻലിയെ കാണാനെത്തി. നെഡിനോട് വളരെ ബഹുമാനമുണ്ടായിരുന്ന റെൻലി വളരെ മാന്യമായാണ് കെയ്റ്റ്ലിനെ സ്വീകരിച്ചത്. ലാനിസ്റ്റർമാരുമായുള്ള യുദ്ധത്തിൽ തന്റെ മകൻ റോബിനെ സഹായിക്കാൻ ആവശ്യപ്പെട്ട കെയ്റ്റ്ലിനോട് സ്റ്റാനിസിനെ എങ്ങനെ ഒതുക്കാം എന്നതിലാണ് ഇപ്പോൾ തന്റെ ശ്രദ്ധയെന്നും അതിനുശേഷം ലാനിസ്റ്റർമാരെ നമുക്ക് ഒരുമിച്ച് ഇല്ലാതാക്കാമെന്നും റെൻലി വാക്കുകൊടുത്തു. അപ്പോഴേക്കും ഒരു ഒത്തുതീർപ്പിനായി റെൻലിയുടെ ക്യാമ്പിലെത്തുന്ന സ്റ്റാനിസ് താനാണ് യഥാർത്ഥ കിരീടാവകാശിയെന്നും എന്റെ കൂടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞു. നിനക്ക് ഒരിക്കലും ഒരു നല്ല രാജാവാകാൻ സാധിക്കില്ലെന്ന റെൻലിയുടെ പരിഹാസത്തോടെയുള്ള മറുപടി കേട്ട സ്റ്റാനിസ് എത്രയും പെട്ടെന്ന് കീഴടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കാനും മടിക്കില്ലെന്ന മുന്നറിയിപ്പോടെ അവിടെ നിന്നും പോയി. അതേസമയം റെൻലിയെ കാണാൻ എത്തിയിരുന്ന ബെയിലിഷിന്റെ കയ്യിൽ കെയ്റ്റ്ലിൻ സ്റ്റാർക്കിന് നൽകാനായി നെഡിന്റെ ശരീരാവശിഷ്ടങ്ങൾ ടിറിയൻ കൊടുത്തയച്ചിരുന്നു. റോബിന്റെ നിബന്ധനകളെല്ലാം സെർസി തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും തന്റെ സഹോദരനായ ജെയ്മിയെ സമാധാനപരമായി മോചിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ടിറിയൻ. 100,000-ഓളം വരുന്ന റെൻലിയുടെ സൈന്യത്തെ തോൽപ്പിക്കുക അസാധ്യമാണെന്നറിയാമായിരുന്ന സ്റ്റാനിഷ് മെലിസാൻഡ്രയുടെ സഹായം തേടി. ഒരു രാത്രി സ്റ്റാനിഷിന്റെ വിശ്വസ്തനായ ഡാവോസിനൊപ്പം കടൽ തീരത്തുള്ള ഒരു ഗുഹയിലെത്തിയ മെലിസാൻഡ്ര കറുത്ത പുക പോലെയുള്ള ഒരു നിഴൽ രൂപത്തെ പ്രസവിച്ചു. ആ നിഴലിന് സ്റ്റാനിസിന്റെ അതേ രൂപമായിരുന്നു. അതേസമയം കെയ്റ്റ്ലിൻ സ്റ്റാർക്കിനും അയാളുടെ അംഗരക്ഷകയായ ബ്രിയാനുമൊപ്പം യുദ്ധത്തിനുള്ള അവസാനഘട്ട ഒരുക്കത്തിലായിരുന്നു റെൻലി. പെട്ടെന്ന് ആ കൂടാരത്തിനുള്ളിൽ ഭയാനകമായ ഒരു നിഴൽ തെളിഞ്ഞു വന്നു. നിമിഷ നേരം കൊണ്ട് റെൻലിയുടെ പിന്നിലെത്തി അയാളുടെ നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയ ശേഷം ആ നിഴൽ വായുവിൽ അലിഞ്ഞില്ലാതായി. റെൻലിയുടെ മരണം കണ്ടു നിൽക്കാനേ അംഗരക്ഷകയായ ബ്രിയാനും കെയ്റ്റ്ലിൻ സ്റ്റാർക്കിനും സാധിച്ചുള്ളൂ. ശബ്ദം കേട്ട് കൂടാരത്തിലെത്തിയ സൈനികർ ബ്രിയാനാണ് റെൻലിയെ കൊന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവളെ ആക്രമിച്ചു. അവൾ കൊന്നുകളഞ്ഞെങ്കിലും അവിടെ നടന്നത് സ്റ്റാനിസിന്റെ ആഭിചാരമാണെന്ന് മനസ്സിലാക്കിയ കെയ്റ്റ്ലിൻ ഇനി അവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ബ്രിയാനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. റെൻലിയുടെ മരണത്തോടെ അവനോടൊപ്പം ഉണ്ടായിരുന്ന മിക്ക പ്രഭുക്കന്മാരും സ്റ്റാനിസിന് മുന്നിൽ മുട്ടുകുത്തി. റെൻലിയുടെ ഭാര്യ മാർജറിയും സഹോദരൻ ലോറിസും അടങ്ങുന്ന ടൈറൽ കുടുംബം ലാനിസ്റ്റർമാരുടെ കൂടെ ചേർന്നു. അതോടെ ഒറ്റ രാത്രി കൊണ്ട് ഒരു യുദ്ധം പോലും ചെയ്യാതെ സ്റ്റാനിസ് വെസ്റ്ററോസിലെ ഏറ്റവും വലിയ സൈന്യത്തിന്റെ അധിപനായി മാറി. പക്ഷെ സ്വന്തം സഹോദരനെ വധിച്ച കുറ്റബോധം സ്റ്റാനിസിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എങ്കിലും സിംഹാസനത്തിലേക്കുള്ള വഴി തെളിഞ്ഞെന്ന വിശ്വാസത്തിൽ അയാൾ തന്റെ സൈന്യവുമായി കിങ്സ് ലാൻഡിംഗ് ലക്ഷ്യമാക്കി നീങ്ങി. അതേസമയം റോബിന്റെ ക്യാമ്പിൽ തടവിൽ കഴിയുന്ന ജെയ്മി ലാനിസ്റ്റർ തന്റെ കൂടെ പാർപ്പിച്ചിരുന്ന ആൾട്ടനെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇത് കണ്ട് അവിടെ എത്തിയ കാർസ്റ്റാർക്ക് പ്രഭുവിന്റെ മകൻ എന്താണ് നടക്കുന്നതെന്നറിയാൻ ആ തടവറ തുറന്നപ്പോൾ അവനെയും കൊലപ്പെടുത്തിയ ജെയ്മി അവിടെ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ അധികം താമസിയാതെ ജെയ്മി വീണ്ടും അവരുടെ പിടിയിലായി. തന്റെ മകനെ കൊന്ന ജെയ്മിയെ കൊന്നുകളയണമെന്ന് കാർസ്റ്റാർക്ക് വാശി പിടിച്ചു.
റോബിന്റെ സൈന്യത്തിലെ വലിയൊരു വിഭാഗം ഇതിനെ അനുകൂലിച്ചെങ്കിലും ജെയ്മി കൊല്ലപ്പെട്ടാൽ തന്റെ പെൺമക്കൾ അപകടത്തിലാകുമെന്നറിയാമായിരുന്ന കേറ്റ്ലിൻ അവരെ തടഞ്ഞു. പക്ഷെ രാത്രി ആയതോടെ മദ്യലഹരിയിലായിരുന്ന ചില സൈനികർ ജെയ്മിയെ കൊല്ലണമെന്ന് മുറവിളി കൂട്ടുന്നത് കാണുന്ന കേറ്റ്ലിൻ അയാളെ ഇനിയും അവിടെ പാർപ്പിച്ചാൽ ഏത് നിമിഷവും അയാൾ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ സംഭവിച്ചാൽ ലാനിസ്റ്റർമാർ തന്റെ പെൺമക്കളെ കൊല്ലുമെന്നറിയാമായിരുന്ന കേറ്റ്ലിൻ ആരും അറിയാതെ ജെയ്മിയെ മോചിപ്പിച്ച് തന്റെ വിശ്വസ്തയായ ബ്രിയാനെ അയാളെ സുരക്ഷിതമായി കിങ്സ്ലാൻഡിൽ എത്തിക്കാൻ ഏൽപ്പിക്കുന്നു. അപ്പോഴേക്കും ക്രാഗിലെ യുദ്ധത്തിന് ശേഷം തിരിച്ചെത്തിയ റോബ് സ്റ്റാർക്ക് ജെയ്മിയെ തന്റെ അമ്മ മോചിപ്പിച്ച വിവരം അറിഞ്ഞ് തകർന്നുപോയി. കേറ്റ്ലിൻ ഇങ്ങനെയൊരു വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ലാനിസ്റ്റർമാരെ വരുതിയിലാക്കാൻ അവരുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധമായിരുന്നു ടൈവന്റെ മകനായ ജെയ്മി. അവനെ രാജാവായ റോബിന്റെ അനുമതിയില്ലാതെ മോചിപ്പിച്ച കേറ്റ്ലിനെ വീട്ടുതടങ്കലിലാക്കാൻ റോബ് ഉത്തരവിട്ടു. ഇതിനിടെ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ ശുശ്രൂഷിക്കുന്ന ടാലിസ എന്ന പെൺകുട്ടിയെ റോബ് പരിചയപ്പെടുന്നു. നിങ്ങളുടെ യുദ്ധം കാരണമാണ് ആളുകൾ ഇങ്ങനെ നരകിക്കേണ്ടി വരുന്നതെന്ന് റോബിന്റെ മുഖത്ത് നോക്കി പറയുന്ന അവളുടെ ധൈര്യം റോബിനെ ചിന്തിപ്പിച്ചു. എല്ലാവരും പേടിയോടെയും ബഹുമാനത്തോടെയും മാത്രം നോക്കുന്ന റോബിന് തന്നെ ചോദ്യം ചെയ്യുന്ന ആ പെൺകുട്ടി ഒരു പുതിയ അനുഭവമായിരുന്നു. വൊളാൻഡിസ് എന്ന സ്ഥലത്തു നിന്ന് വന്ന ടാലിസ തന്റെ നാട്ടിലെ അടിമത്ത വ്യവസ്ഥയിൽ മനം മടുത്താണ് വെസ്റ്ററോസിലേക്ക് സേവനത്തിനായി വന്നത്. അവളുടെ ധീരതയിലും സേവന മനോഭാവത്തിലും ആകൃഷ്ടനായ റോബിന് അവളോട് പ്രണയം തോന്നി. ഇതറിയുന്ന അവന്റെ അമ്മ കേറ്റ്ലിൻ യുദ്ധത്തിൽ അവരെ സഹായിക്കാമെന്നേറ്റ വാൾഡഫ്രയുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് റോബ് വാക്കുകൊടുത്ത കാര്യം അവനെ ഓർമ്മിപ്പിച്ചു. കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ രാജാവെന്ന നിലയിൽ മറ്റു പ്രഭുക്കന്മാർക്കിടയിൽ അവന്റെ വിശ്വാസ്യത നഷ്ടമാകുമെന്നും മാത്രമല്ല വാൾഡഫ്രേ അങ്ങനൊരു ചതി ഒരിക്കലും പൊറുക്കില്ലെന്നും അവന് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ടാലിസയുമായി വല്ലാതെ അടുത്തിരുന്ന റോബ് കേറ്റ്ലിന്റെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് അവളെ രഹസ്യമായി വിവാഹം ചെയ്തു. അപ്പോഴേക്കും തിയോൺ വിന്റർഫെൽ പിടിച്ചടക്കിയ വാർത്ത റോബിനെ തേടിയെത്തി. തന്റെ സൈന്യവുമായി വിന്റർഫെല്ലിലേക്ക് പോകാനൊരുങ്ങിയ റോബിനെ അവന്റെ വിശ്വസ്തനായ റോസ് ബോൾട്ടൺ പ്രഭു തടഞ്ഞു. ലാനിസ്റ്റർമാർക്കെതിരെ യുദ്ധം ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വിന്റർഫെല്ലിലേക്ക് പിന്തിരിയുന്നത് ബുദ്ധിയല്ലെന്നും തന്റെ മകൻ റാംസിയെ വിന്റർഫെൽ മോചിപ്പിക്കാൻ അയക്കാമെന്നും അയാൾ പറഞ്ഞു. റോബിന്റെ നിർദ്ദേശപ്രകാരം റാംസിയുടെ നേതൃത്വത്തിൽ 500-ലധികം വരുന്ന സൈന്യം വിന്റർഫെൽ വളഞ്ഞു. വെറും 20 പടയാളികൾ മാത്രം കൂടെ ഉണ്ടായിരുന്ന തിയോണിന്റെ അടുത്തെത്തിയ മാസ്റ്റർ ലുവിൻ ഇനി ഇവിടെ നിന്നാൽ അവർ നിന്നെ കൊല്ലുമെന്നും കോട്ടയുടെ പുറകിലുള്ള രഹസ്യ കവാടം വഴി രക്ഷപ്പെട്ട് നൈറ്റ്സ് വാച്ചിലേക്ക് പോകാനും അവനെ ഉപദേശിച്ചു. ഇനിയുള്ള കാലം ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ച് നിനക്ക് അവിടെ സുഖമായി കഴിയാമെന്നും അവനോട് പറഞ്ഞു. അപ്പോഴേക്കും തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ തിയോൺ ലുവിനോട് എല്ലാത്തിനും ക്ഷമ ചോദിച്ചു. തന്റെ തെറ്റുകൾക്ക് മാപ്പില്ലെന്നും ഇവിടെ വെച്ച് പോരാടി മരിക്കാനാണ് തന്റെ വിധിയെന്നും പറഞ്ഞ തിയോൺ തന്റെ ആളുകളോട് ധീരമായി പോരാടി മരണം വരിക്കാൻ തയ്യാറാവാൻ ആവശ്യപ്പെട്ടു. തിയോണിന്റെ പ്രസംഗമൊക്കെ കേട്ടു നിന്നെങ്കിലും അവനെ ജീവനോടെ റാംസിക്ക് കൊടുത്താൽ തങ്ങൾ രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ച അവർ തിയോണിനെ തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം മാസ്റ്റർ ലുവിനെ ആക്രമിച്ച് അവിടെ നിന്നും പോകുന്നു. ഈ യുദ്ധമെല്ലാം അവസാനിച്ചപ്പോൾ കോട്ടയുടെ അടിത്തട്ടിലുള്ള കല്ലറകളിൽ ഒളിച്ചിരുന്ന ബ്രാൻ, റിക്കോൺ, ഓഷ, ഹോഡോർ എന്നിവർ പുറത്തേക്ക് വന്നു. മരിക്കാറായ നിലയിൽ കിടക്കുന്ന മാസ്റ്റർ ലുവിന്റെ അടുത്തെത്തിയ അവരോട് എത്രയും പെട്ടെന്ന് കാസിൽ ബ്ലാക്കിലുള്ള നിങ്ങളുടെ സഹോദരൻ ജോൺ സ്നോയുടെ അടുത്തേക്ക് പോകാൻ അയാൾ പറഞ്ഞു. കുട്ടികളെ സുരക്ഷിതമായി അവിടെ എത്തിക്കാൻ ഓഷയെ ഏൽപ്പിച്ചുകൊണ്ട് ലുവിൻ അന്ത്യശ്വാസം വലിച്ചു. സ്റ്റാനിസിന്റെ സൈന്യം കിങ്സ് ലാൻഡിംഗ് ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന വാർത്ത അപ്പോഴേക്കും കൊട്ടാരത്തിലെത്തിയിരുന്നു. തന്റെ മകൾ മെഴ്സില്ലയെ വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിന്നും സംരക്ഷിക്കാൻ ടിറിയന്റെ നിർബന്ധപ്രകാരം ഡോണിലെ മാട്ടിൽ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിക്കാൻ സെർസി തീരുമാനിച്ചു. അവളെ യാത്രയാക്കിയ ശേഷം തിരികെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ ജോഫ്രിയുടെ ക്രൂരതകളിൽ മനം മടുത്തിരുന്ന ജനങ്ങൾ ഒരു പ്രതിഷേധമെന്നോണം അവന്റെ മുഖത്തേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞു. നിയന്ത്രണം വിട്ട ജോഫ്രി അവിടെ കൂടി നിന്ന ജനങ്ങളെയെല്ലാം കൊല്ലാൻ ഉത്തരവിട്ടു. അതോടെ ജോഫ്രിയുടെ സൈന്യവുമായി തെരുവിൽ പൊതുജനം ഏറ്റുമുട്ടി. ഈ ബഹളത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാൻസയെ ഒരു കൂട്ടം അക്രമികൾ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സാൻഡോർ ക്ലിഗൻ അവിടെ എത്തി അക്രമികളെ കൊന്ന് സാൻസയെ രക്ഷിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ടിറിയൻ നീ കാരണമുണ്ടായ യുദ്ധത്തിൽ പട്ടിണിയിലായ ജനങ്ങളുടെ പ്രതിഷേധമാണിതെന്ന് പറഞ്ഞ് ജോഫ്രിയുമായി തർക്കിച്ചു. 600,000-ഓളം വരുന്ന സ്റ്റാനിസിന്റെ സൈന്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ടിറിയൻ മന്ത്രവാദവും ശാസ്ത്രവും കൂടിക്കലർന്ന പരീക്ഷണങ്ങൾ നടത്തുന്ന കൊട്ടാരത്തിലെ പൈറോമൈൻസിസ് എന്നറിയപ്പെടുന്ന ആൽക്കിമിസ്റ്റുകളുടെ സഹായത്തോടെ വൈൽഡ് ഫയർ എന്ന ആയുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. പച്ച നിറത്തിൽ തിളങ്ങുന്ന എണ്ണ പോലെയുള്ള ഒരു ദ്രാവകമാണ് വൈൽഡ് ഫയർ. സാധാരണ തീയിൽ നിന്നും വ്യത്യസ്തമായി വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ കഴിയാത്ത ഇരുമ്പും കല്ലും വരെ ഉരുക്കിക്കളയുന്ന ഒരു രാസവസ്തുവാണ് വൈൽഡ് ഫയർ. കൊട്ടാരത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം ജോഫ്രിയും ടിറിയനും കിങ്സ് ലാൻഡിങ്ങിന്റെ പ്രധാന കവാടങ്ങളിലെല്ലാം സൈന്യത്തെ ഒരുക്കി നിർത്തി. അതേസമയം നെഡിന്റെ മരണശേഷം യാരോണിന്റെ കൂടെ രക്ഷപ്പെട്ട ആര്യ സ്റ്റാർക്ക് വിന്റർഫെല്ലിലേക്കുള്ള യാത്രയിലായിരുന്നു. ആരും തിരിച്ചറിയാതിരിക്കാൻ ആൺകുട്ടികളെ പോലെ മുടിവെട്ടി ആരി എന്ന പേരിൽ ഒരു അനാഥ കുട്ടിയായാണ് അവളുടെ യാത്ര. ആ യാത്രയിൽ വെച്ച് അവൾ ജെൻട്രി എന്ന ഇരുമ്പ് പണിക്കാരൻ പയ്യനെ പരിചയപ്പെട്ടു. രാജാവായിരുന്ന റോബർട്ട് ബറാത്തിയന്റെ ജാരസന്തതിയായിരുന്നു യഥാർത്ഥത്തിൽ ജെൻട്രി.
ആ യാത്രക്കിടെ റോബർട്ടിന്റെ ജാരസന്തതികളെ കൊല്ലാനായി ജോഫ്രി അയച്ച പടയാളികൾ ജെൻട്രിയെ അന്വേഷിച്ച് അവിടെ എത്തി. പക്ഷേ ഇത് നൈറ്റ്സ് വാച്ചിന്റെ ആളുകളാണെന്നും ഇതിൽ രാജകുടുംബത്തിന് കൈകടത്താൻ അനുമതിയില്ലെന്നും പറഞ്ഞ് യാരോൺ അവരെ തിരിച്ചയച്ചു. എന്നാൽ അവരെന്തിനാണ് തന്നെ അന്വേഷിക്കുന്നതെന്ന് ജെൻട്രിക്ക് അറിയില്ലായിരുന്നു. അതോടെ ജെൻട്രി ഒരു സാധാരണ പയ്യനല്ലെന്ന് മനസ്സിലാക്കി അവനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ആര്യയെ അവൻ സമർത്ഥമായി കുടുക്കി. അവൾ ഒരു പെൺകുട്ടിയാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്ന അവനോട് താൻ നെഡ് സ്റ്റാർക്കിന്റെ മകളാണെന്ന സത്യം അവൾ തുറന്നു പറഞ്ഞു. അതോടെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. അങ്ങനെ അവിടെ നിന്നും യാത്ര തുടർന്ന അവർ വിജനമായ ഒരു കോട്ടയിൽ തമ്പടിച്ചു. ജെൻട്രിയെ അന്വേഷിച്ച് അവിടെ എത്തിയ ജോഫ്രിയുടെ സൈന്യത്തെ തടയാൻ ശ്രമിച്ച യാരോണിനെയും കൂട്ടരെയും അവർ കൊന്നൊടുക്കി. ഈ പോരാട്ടത്തിനിടയിൽ യാരോണിന്റെ തടവുകാരായിരുന്ന 3 കുറ്റവാളികളെ ആര്യ രക്ഷപ്പെടുത്തി. അതിലൊരാൾ ബ്രാവോസിലെ മാന്ത്രികനായ ജാക്കൻ ഹിഗാർ ആയിരുന്നു. ആ അക്രമത്തിൽ രക്ഷപ്പെട്ട എല്ലാവരെയും പിടികൂടിയ സൈന്യം അവരിൽ ആരാണ് ജെൻട്രി എന്ന് അന്വേഷിച്ചു. അവർക്ക് ജെൻട്രിയെ അറിയില്ലെന്ന് മനസ്സിലാക്കിയ ആര്യ അവരുടെ ആക്രമത്തിൽ നേരത്തെ കൊല്ലപ്പെട്ട ലോമി എന്ന പയ്യനെ ചൂണ്ടിക്കാണിച്ച് അതായിരുന്നു ജെൻട്രി എന്ന് പറഞ്ഞു. അതോടെ ജെൻട്രിയെ കൊന്നു എന്ന വിശ്വാസത്തിൽ ബാക്കിയായ എല്ലാവരെയും ലാനിസ്റ്റർമാരുടെ അധികാരത്തിലുള്ള ഹാരൻഹാൾ എന്ന കോട്ടയിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. വർഷങ്ങൾക്ക് മുൻപ് അയൺ ഐലൻഡ്സ് ഭരിച്ചിരുന്ന ഹാരൻ എന്ന രാജാവാണ് ഈ കോട്ട പണിതത്. എയ്ഗൺ ടാർഗേറിയന്റെ പടയോട്ടത്തിൽ നശിച്ചുപോയ ഈ കോട്ട ഇപ്പോൾ ലാനിസ്റ്റർമാരുടെ കയ്യിലാണ്. ലാനിസ്റ്റർമാരുടെ തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഹാരൻഹാൾ. അവിടെ അവരെ കാത്തിരുന്നത് നരകതുല്യമായ പീഡനങ്ങളായിരുന്നു. ടിക്ലർ എന്ന ക്രൂരനായ പട്ടാളക്കാരൻ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു. അയാൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാത്തവരുടെ നെഞ്ചിൽ ഒരു ബക്കറ്റ് വെച്ച് അതിനുള്ളിലേക്ക് എലികളെ തുറന്നുവിടും. ബക്കറ്റ് ചൂടാക്കുന്നതോടെ എലികൾ നെഞ്ചു തുറന്ന് മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറുന്ന അതിക്രൂരമായ കാഴ്ച കണ്ട് തടവുകാരെല്ലാം ഭയന്നു. അടുത്തതായി ജെൻട്രിയെ പിടികൂടിയ ടിക്ലർ അവനെ പീഡിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് വന്ന ടൈവൻ ലാനിസ്റ്റർ വെറുതെ തടവുകാരെ കൊന്നു തള്ളുന്നതിന് പകരം അവരെ കോട്ടയിലെ ജോലികൾക്കായി ഉപയോഗിക്കാൻ ടിക്ലറോട് പറഞ്ഞു. അങ്ങനെ ജെൻട്രി ആ പീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ആര്യയെ ശ്രദ്ധിക്കുന്ന ടൈവൻ ലാനിസ്റ്റർ ഒറ്റ നോട്ടത്തിൽ അവളൊരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു. അവളുടെ സംസാരവും പെരുമാറ്റവും ഇഷ്ടപ്പെട്ട ടൈവൻ അവളെ തന്റെ സഹായിയായി കൂടെ കൂട്ടി. അങ്ങനെ തന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദിയായ ലാനിസ്റ്റർ കുടുംബത്തിന്റെ നേതാവായ ടൈവന്റെ സഹായിയായി ആര്യക്ക് നിൽക്കേണ്ടി വന്നു. ഇതിനിടെ താൻ മുൻപ് രക്ഷിച്ച ജാക്കൻ ഹിഗാർ അവിടെ ഒരു പടയാളിയുടെ വേഷത്തിൽ നിൽക്കുന്നത് ആര്യ ശ്രദ്ധിച്ചു. മരണത്തിന്റെ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു ജാക്കൻ. തീയിൽ വെന്തു മരിക്കേണ്ടിയിരുന്ന 3 ജീവനുകളെ രക്ഷിച്ച നീ മരണത്തിന്റെ ദേവന് ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ആ നഷ്ടം നികത്താൻ നിന്റെ ശത്രുക്കളായ 3 പേരെ ഞാൻ കൊന്നുതരാമെന്ന് ജാക്കൻ അവൾക്ക് വാക്കുകൊടുത്തു. തടവുകാരെ പീഡിപ്പിച്ചു കൊല്ലുന്ന ടിക്ലറിന്റെ പേരായിരുന്നു ആര്യ ആദ്യം പറഞ്ഞത്. അന്ന് രാത്രി തന്നെ ടിക്ലർ ദുരൂഹമായ സാഹചര്യത്തിൽ കോട്ടയുടെ മുകളിൽ നിന്നും വീണു മരിച്ചു. അതിനിടെ അപ്രതീക്ഷിതമായി ടൈവനെ സന്ദർശിക്കാനെത്തിയ ലോർഡ് ബെയ്ലിഷ് റൺലി ബറാത്തിയൻ കൊല്ലപ്പെട്ട വിവരം ടൈവനെ അറിയിച്ചു. സ്റ്റാനിസ് ബറാത്തിയൻ കിങ്സ് ലാൻഡിംഗ് ആക്രമിക്കാൻ വരുന്ന സാഹചര്യത്തിൽ റൺലിയുടെ വിധവയായ മാർജറിയെ ജോഫ്രിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ ടൈറൽ കുടുംബത്തിന്റെ സൈനിക പിന്തുണ കിട്ടുമെന്ന് അയാൾ ടൈവനോട് പറഞ്ഞു. അവിടെ വെച്ച് ആര്യയെ ബെയ്ലിഷ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളെ തിരിച്ചറിഞ്ഞതായി അയാൾ ഭാവിച്ചില്ല. ടൈവന്റെ വേലക്കാരിയായി ജോലി ചെയ്യുന്നതിനിടെ തന്റെ സഹോദരൻ റോബ് സ്റ്റാക്കിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ടൈവൻ മെനയുന്ന തന്ത്രങ്ങളെല്ലാം ആര്യ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ടൈവന്റെ മേശപ്പുറത്തു നിന്നും റോബിനെതിരെയുള്ള യുദ്ധതന്ത്രങ്ങൾ അടങ്ങുന്ന ഒരു കുറിപ്പ് മോഷ്ടിക്കുന്ന ആര്യ ആ കത്തുമായി പോകുമ്പോൾ ലാനിസ്റ്റർ പടത്തലവനായ അമോറി ലോർച്ചിന്റെ മുന്നിൽ അകപ്പെടുന്നു. ആ കത്ത് ബലമായി പിടിച്ചു വാങ്ങിയ അയാൾ ആര്യയെ ചോദ്യം ചെയ്തു. ടൈവൻ ഈ വിവരം അറിഞ്ഞാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ആര്യ ജാക്കനെ കണ്ടുപിടിച്ച് ഉടൻ തന്നെ അമോറിനെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ടൈവന്റെ അടുത്ത് ഈ വാർത്ത എത്തിക്കുന്നതിന് തൊട്ടു മുൻപ് വിഷം പുരട്ടിയ ഒരു അമ്പ് ഉപയോഗിച്ച് ജാക്കൻ അയാളെ കൊലപ്പെടുത്തി ആര്യയെ രക്ഷിച്ചു. അപ്പോഴേക്കും കിങ്സ് ലാൻഡിങ്ങിന് നേരെ സ്റ്റാനിഷ് ബറാത്തിയന്റെ സൈന്യം വരുന്നതറിഞ്ഞ ടൈവൻ തന്റെ സൈന്യവുമായി അങ്ങോട്ട് തിരിച്ചു. അതോടെ കോട്ടയുടെയും തടവുകാരുടെയും പൂർണ്ണ ചുമതല മൗണ്ടൻ എന്നറിയപ്പെടുന്ന കൊടും ക്രൂരനായ ഗ്രിഗർ ക്ലിഗൈന്റെ കയ്യിലായി. ഇനി അവിടെ തുടർന്നാൽ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ആര്യ അവിടെ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ജാക്കന്റെ സഹായത്തോടെ കാവൽക്കാരെ കൊലപ്പെടുത്തിയ ശേഷം ആര്യയും ജെൻട്രിയും ഹോട്ട് പൈ എന്ന പയ്യനും അവിടെ നിന്നും രക്ഷപ്പെട്ടോടുന്ന വഴിയിൽ അവളെ വീണ്ടും കാണുന്ന ജാക്കൻ ഹിഗാർ അവളോട് തന്റെ നാടായ ബ്രാവോസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് അവളുടെ ശത്രുക്കളെ കൊല്ലാനുള്ള മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തരാമെന്ന് ജാക്കൻ അവളോട് പറഞ്ഞു. തന്റെ അച്ഛനെ കൊന്നവരോട് പക വീട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തന്റെ അമ്മയെയും സഹോദരങ്ങളെയും കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. തന്റെ ക്ഷണം നിരസിച്ച ആര്യയ്ക്ക് ഒരു ഇരുമ്പ് നാണയം സമ്മാനിച്ച ശേഷം എന്നെങ്കിലും നിനക്കെന്റെ സഹായം ആവശ്യമായി വന്നാൽ ബ്രാവോസിൽ നിന്നുള്ള ആർക്കെങ്കിലും ഈ നാണയം കൊടുത്ത ശേഷം വാലാർ മുഗുലിസ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് ജാക്കൻ അവളോട് പറഞ്ഞു. വലേറിയൻ ഭാഷയിലുള്ള ഈ വാക്കിന്റെ അർത്ഥം എല്ലാ മനുഷ്യരും മരിക്കേണ്ടവരാണ് എന്നാണ്. പോകാൻ നേരം തന്റെ മുഖത്തിനു മുകളിലൂടെ കൈയൊന്ന് ചലിപ്പിച്ച ശേഷം ജാക്കൻ നിമിഷ നേരം കൊണ്ട് അപരിചിതനായ മറ്റൊരു മനുഷ്യനായി മാറി. അതോടെ താൻ കണ്ടിരുന്ന ജാക്കൻ ഹിഗാർ
കപ്പലുകാർ വെറുമൊരു വേഷം മാത്രമായിരുന്നുവെന്നും നിമിഷങ്ങൾക്കുള്ളിൽ ആവശ്യത്തിനനുസരിച്ച് അയാൾക്ക് പലരുടെയും രൂപം സ്വീകരിക്കാൻ സാധിക്കുമെന്നുമുള്ള സത്യം ആര്യ ഞെട്ടലോടെ മനസ്സിലാക്കി. അതേസമയം ഡാവോസിന്റെ നേതൃത്വത്തിൽ സ്റ്റാനിസിന്റെ കപ്പലുകൾ ബ്ലാക്ക് വാട്ടർ ഉൾക്കടൽ കടന്ന് കിങ്സ് ലാൻഡിംഗ് ലക്ഷ്യമാക്കി അടുത്തു. അവരെ നേരിടാൻ രാജാവിന്റെ കപ്പൽപ്പട മൊത്തമായി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡാവോസിനെ അമ്പരിപ്പിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ ഒരു കപ്പൽ അവർക്ക് നേരെ വന്നു. അതിൽ നിന്ന് പച്ച നിറത്തിലുള്ള ഒരു ദ്രാവകം കടലിലേക്ക് ഒഴുകുന്നത് കണ്ട ഡാവോസ് അത് വൈൽഡ് ഫയർ ആണെന്ന് മനസ്സിലാക്കിയതും തീരത്തുണ്ടായിരുന്ന ബ്രോൺ തൊടുത്തുവിട്ട് തീ കൊളുത്തിയ ഒരു അമ്പ് ആ കപ്പലിൽ പതിച്ചതും ഒരേ സമയത്തായിരുന്നു. ഒരു പച്ച സൂര്യൻ ഉദിച്ച പോലെ പൊട്ടിത്തെറിച്ച വൈൽഡ് ഫയറിന്റെ ആഘാതത്തിൽ സ്റ്റാനിസിന്റെ കപ്പലുകളിൽ വലിയൊരു ഭാഗം നിമിഷങ്ങൾക്കുള്ളിൽ കത്തിനശിച്ചു. തന്റെ കപ്പലുകൾ നശിച്ചെങ്കിലും സ്റ്റാനിസ് പിന്മാറാൻ തയ്യാറായില്ല. ബാക്കിയായ സൈന്യത്തെയും കൊണ്ട് തോണികളിൽ കരക്കെത്തിയ അയാൾ കോട്ടയുടെ ഏറ്റവും ദുർബലമായ മഡ്ഗേറ്റ് തകർത്ത് അകത്ത് കയറാൻ ശ്രമിച്ചു. യുദ്ധം മുറുകുന്നത് കണ്ട് ഭയന്ന സെർസി അവളുടെ ബന്ധുവായ ലാൻസൽ ലാനിസ്റ്ററെ വിട്ട് ജോഫ്രിയെ യുദ്ധമുഖത്ത് നിന്നും മാറ്റി രാജാവിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. രാജാവ് യുദ്ധക്കളം വിട്ടു പോകുന്നത് കണ്ട് ആത്മവീര്യം നഷ്ടപ്പെട്ട ജോഫ്രിയുടെ സൈന്യം പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. എന്നാൽ പിന്തിരിഞ്ഞോടുന്ന ലാനിസ്റ്റർ സൈന്യത്തെ ഒരുമിച്ച് ചേർത്ത് അവർക്ക് ധൈര്യം പകർന്ന ടിറിയൻ ലാനിസ്റ്റർ അവരെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് നയിച്ച് സ്റ്റാനിസിന്റെ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിനിടെ സ്വന്തം സൈന്യത്തിലെ കിങ്സ് ഗാർഡായ മാൻഡൻ മൂർ ടിറിയനെ കൊല്ലാൻ ശ്രമിച്ചു. മുഖത്ത് വെട്ടുകൊണ്ട് നിലത്ത് വീണ ടിറിയനെ വീണ്ടും ആക്രമിക്കാനൊരുങ്ങിയ മാൻഡനെ ടിറിയന്റെ സഹായിയായ ഓഡ്രിക് കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ബോധം മറയുമ്പോൾ ടിറിയൻ കാണുന്നത് അവർക്ക് നേരെ വരുന്ന വലിയൊരു സൈന്യത്തെയാണ്. യുദ്ധത്തിൽ തങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന വിവരം അറിഞ്ഞ സെർസി ശത്രുക്കൾക്ക് പിടികൊടുക്കാതിരിക്കാൻ തന്റെ ഇളയ മകൻ ടോമനോടൊപ്പം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കൊട്ടാരത്തിന്റെ വാതിലുകൾ തുറന്ന് അവളുടെ അച്ഛൻ ടൈവൻ ലാനിസ്റ്റർ കടന്നു വന്നു. യുദ്ധം കഴിഞ്ഞു, നമ്മൾ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച ടൈവൻ ടൈറൽ കുടുംബത്തിന്റെ സഹായത്തോടെ അപ്പോഴേക്കും സ്റ്റാനിസിനെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ടിറിയൻ ഉണരുമ്പോൾ അവൻ കിടക്കുന്നത് വൃത്തികെട്ട ഒരു ചെറിയ മുറിയിലാണ്. മുഖത്ത് വലിയൊരു മുറിപ്പാടുണ്ട്. അവന്റെ അധികാരവും ഹാൻഡ് ഓഫ് ദ കിങ് പദവിയും അച്ഛൻ ടൈവൻ ലാനിസ്റ്റർ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. അവിടെ ടിറിയനെ കാണാനെത്തിയ വാരിസ് യുദ്ധത്തിനിടെ അയാളെ കൊല്ലാൻ മാൻഡൻ മൂറിനെ ഏൽപ്പിച്ചത് തന്റെ സഹോദരി സെർസിയാണെന്ന് അവനോട് പറഞ്ഞു. കൊട്ടാരത്തിൽ വിജയികളെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് ടൈവൻ ലാനിസ്റ്ററെ നഗരത്തിന്റെ രക്ഷകൻ എന്ന പദവി നൽകി ആദരിക്കുകയും ടൈറൽ കുടുംബവുമായി സഖ്യമുണ്ടാക്കിയതിന് ബെയിലിഷിന് ഹാരൻ ഹാളിലെ പ്രഭുസ്ഥാനം ലഭിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ലാനിസ്റ്റർമാരെ സഹായിച്ച ടൈറൽ കുടുംബത്തിലെ ലോറിസ് തന്റെ സഹോദരി മാർജറിയെ വിവാഹം ചെയ്യാൻ ജോഫ്രിയോട് അഭ്യർത്ഥിച്ചു. പക്ഷേ താൻ സാൻസയെ വിവാഹം ചെയ്യാമെന്ന് വാക്ക് കൊടുത്താണെന്ന് പറയുന്ന ജോഫ്രിയോട് ഒരു രാജ്യദ്രോഹിയായ നെഡ് സ്റ്റാർക്കിന് കൊടുത്ത വാക്ക് പാലിക്കാത്തതിൽ തെറ്റില്ലെന്ന സെർസിയുടെ ഉപദേശം സ്വീകരിച്ച ജോഫ്രി സാൻസയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും മാർജറിയെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ ഇനി തനിക്ക് എന്താണ് സ്ഥാനമെന്നറിയാതെ നിന്ന സാൻസയെ സമീപിച്ച ബെയിലിഷ് അവൾക്ക് തിരിച്ച് വിൻഡർഫെല്ലിലെത്താൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ജോഫ്രി നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും നിന്നെ അവൻ വെറുതെ വിടില്ലെന്നും അവിടെ എന്നും അവൾ ഒരു തടവുകാരിയായിരിക്കുമെന്നും ഓർമ്മിപ്പിച്ചു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വേദനയിൽ കിടക്കുന്ന ടിറിയന്റെ അടുത്തേക്ക് വരുന്ന ഷേ അധികാരത്തിനായി എന്ത് ചതിയും ചെയ്യാൻ മടിക്കാത്ത ഈ ആളുകളുടെ ഇടയിൽ നിന്നും നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് പറഞ്ഞപ്പോൾ അധികാരത്തിനായുള്ള ഈ കളി താൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഇവിടെ നിന്ന് പോരാടാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നും ടിറിയൻ അവളോട് പറഞ്ഞു. അതേസമയം കമാൻഡർ മോർമണ്ടിനൊപ്പം മതിലിനപ്പുറത്തേക്ക് പോയ നൈറ്റ്സ് വാച്ചിലെ ഒരു സംഘം മഞ്ഞുമൂടിയ വനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി. പ്രധാനമായും 3 ലക്ഷ്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മാസങ്ങൾക്ക് മുന്നേ കാണാതായ ബെഞ്ചൻ സ്റ്റാക്കിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. 90ഓളം ചെറിയ ഗോത്രങ്ങളായി താമസിച്ചിരുന്ന വൈൽഡ്ലിങ്സ് മാൻസ്ട്രേഡർ എന്ന നേതാവിന്റെ കീഴിൽ ഒന്നിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷരായ വൈറ്റ് വാക്കേഴ്സ് എന്ന ഭീഷണി തിരികെ എത്തിയപ്പോൾ അവരുടെ സാന്നിധ്യവും ശക്തിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം. ഈ യാത്രയിൽ തണുപ്പിനെ അതിജീവിക്കാനും വിശ്രമത്തിനുമായി കാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ക്രസ്റ്റർ എന്നയാളുടെ താവളത്തിൽ അവരെത്തുന്നു. എപ്പോഴും ദേഷ്യപ്പെടുന്ന പരുക്കനായ ഒരാളായിരുന്നു ക്രസ്റ്റർ. ക്രസ്റ്ററുടെ കൂടെ ആ വീട്ടിൽ നിറയെ സ്ത്രീകളും ഗർഭിണികളായ പെൺകുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരോടും സംസാരിക്കാതെ ക്രസ്റ്ററിന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ആ സ്ത്രീകളുടെ എല്ലാം മുഖത്ത് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ അതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യം അവർ അവിടെ നിന്നും മനസ്സിലാക്കി. ആ പെൺകുട്ടികളെല്ലാം ക്രസ്റ്ററുടെ മക്കൾ മാത്രമല്ല, ഭാര്യമാർ കൂടിയാണ്. സ്വന്തം പെൺമക്കളെയും അവരിൽ ജനിക്കുന്ന പെൺകുട്ടികളെയും വിവാഹം ചെയ്യുന്ന ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു ക്രസ്റ്റർ. അവിടെ ജനിക്കുന്ന ആൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് ഒരു ദുരൂഹതയായിരുന്നു. അവിടെ വെച്ച് ക്രസ്റ്ററുടെ ഗർഭിണിയായ മകളിൽ ഒരാളായ ഗില്ലിയെ പരിചയപ്പെടുന്ന ജോണിന്റെ സുഹൃത്തായ സാമിനോട് തനിക്ക് ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ അച്ഛൻ കാട്ടിൽ ഉപേക്ഷിക്കുമെന്നും തന്നെ രക്ഷിക്കണമെന്നും അവൾ അപേക്ഷിച്ചു. ഈ കാര്യം ജോണിനെ അറിയിക്കുന്ന സാമിനോട് നൈറ്റ്സ് വാച്ചിന്റെ നിയമപ്രകാരം നമുക്കിതിലൊന്നും ഇടപെടാൻ അനുമതിയില്ലെന്ന് ജോൺ തീർത്തു പറഞ്ഞു.
അന്ന് രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങി നോക്കുന്ന ജോൺ ഒരു നവജാത ശിശുവുമായി കാട്ടിലേക്ക് പോകുന്ന ക്രസ്റ്ററെ അയാൾ അറിയാതെ പിന്തുടർന്നു. ക്രസ്റ്റർ ആ ചോര കുഞ്ഞിനെ കാട്ടിലെ വിജനമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് തിരികെ നടന്നയുടനെ നീലക്കണ്ണുകളുള്ള ഒരു ഭീകര രൂപം ആ കുഞ്ഞിനെ എടുത്ത് ഇരുട്ടിലേക്ക് മറഞ്ഞു. കേട്ടുകേൾവി മാത്രമുള്ള വൈറ്റ് വാക്കേഴ്സിനെ നേരിട്ട് കണ്ട ഭയത്തിൽ വിറച്ചുപോയ ജോൺ തിരികെ കോട്ടയിലേക്ക് പോവാൻ തിരിഞ്ഞതും പിന്നിൽ നിന്നെത്തിയ ക്രസ്റ്റർ അവനെ കൈയോടെ പിടികൂടി. തിരികെ വീട്ടിലെത്തിയ ക്രസ്റ്റർ എല്ലാവരും ഉടൻ തന്നെ അവിടെ നിന്നും പോകണമെന്ന് കമാൻഡറോട് ആവശ്യപ്പെട്ടു. ക്രസ്റ്റർ തന്റെ ആൺകുട്ടികളെ വൈറ്റ് വാക്കേഴ്സിന് ബലിയായി നൽകുകയാണെന്ന് പറയുന്ന ജോൺ കമാൻഡർക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കി. ഈ കൊടും തണുപ്പിൽ വൈൽഡിങ്സിനെയും വൈറ്റ് വാക്കേഴ്സിനെയും അതിജീവിക്കാൻ നൈറ്റ്സ് വാച്ചിന് അഭയം നൽകുന്ന ഒരേ ഒരു സ്ഥലം ക്രസ്റ്ററുടെ വീടാണ്. ക്രസ്റ്ററുടെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അയാളുടെ ഈ ക്രൂരതകൾക്ക് നേരെ താൻ കണ്ണടച്ചതെന്ന കമാൻഡറുടെ മറുപടി ജോണിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അങ്ങനെ ക്രസ്റ്ററുടെ വീട്ടിൽ നിന്നിറങ്ങി അവർ ഫിസ്റ്റ് ഓഫ് ദി മാൻ എന്ന മലമുകളിൽ എത്തിച്ചേർന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ നിർമ്മിച്ച ഒരു കൂറ്റൻ കോട്ടയുടെ അവശിഷ്ടങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് അവർ കോറിൻ ഹാഫാൻ എന്ന നൈറ്റ്സ് വാച്ച് കമാൻഡറെയും സംഘത്തെയും കണ്ടുമുട്ടി. നൈറ്റ്സ് വാച്ചിൽ കാസിൽ ബ്ലാക്ക് എന്ന കോട്ട പോലെ മറ്റൊരു പ്രധാനപ്പെട്ട കോട്ടയാണ് ഷാഡോ ടവർ. അവിടുത്തെ കമാൻഡറാണ് കോറിൻ. വടക്കൻ കാടുകളെ കുറിച്ച് കൂടുതൽ അനുഭവ സമ്പത്തുള്ള കോറിൻ വൈൽഡിങ്സിനെ കണ്ടെത്താൻ അവരെ സഹായിക്കാനായി അവരോടൊപ്പം ചേർന്നു. മാൻസ് റൈഡറുടെ താവളത്തിൽ നുഴഞ്ഞു കയറി അയാളുടെ രഹസ്യങ്ങളും യുദ്ധതന്ത്രങ്ങളും മനസ്സിലാക്കുകയായിരുന്നു കോറിന്റെ ഉദ്ദേശം. താനും ഒരു ഗ്രൂപ്പും അതിനായി തിരിക്കുകയാണെന്ന് പറഞ്ഞ കോറിനൊപ്പം പോകാൻ ജോൺ സ്നോ തയ്യാറായി. അങ്ങനെ ജോണും കോറിനും അടങ്ങുന്ന 5 അംഗ സംഘം ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കാവൽ നിൽക്കുന്ന 3 വൈൽഡിങ്സുകളെ കണ്ടെത്തി. ആ സംഘത്തിലെ 2 പേരെ കൊന്നുകളഞ്ഞ അവർ മൂന്നാമനെ കൈയോടെ പിടികൂടി. എന്നാൽ അതൊരു പെൺകുട്ടിയായിരുന്നു. തങ്ങളുടെ വരവ് വൈൽഡിംഗ് സൈന്യം അറിയാതിരിക്കാൻ ഇഗ്രിറ്റ് എന്ന് പേരുള്ള ആ പെൺകുട്ടിയെ കൊല്ലാൻ ജോൺ സ്നോയെ ഏൽപ്പിച്ച ശേഷം കോറിനും കൂട്ടരും മുന്നോട്ട് നടന്നു. പക്ഷെ നിസ്സഹായായ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ജോണിന് മനസ്സ് വന്നില്ല. ജോണിന്റെ ദൗർബല്യം മുതലെടുത്ത ഇഗ്രിറ്റ് അവനെ തട്ടിമാറ്റി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവളുടെ പിന്നാലെ ഓടിയ ജോൺ അവളെ വീണ്ടും പിടികൂടിയെങ്കിലും അവന്റെ സംഘത്തിൽ നിന്നും കൂട്ടം തെറ്റിപ്പോകുന്നു. സൂര്യൻ അസ്തമിച്ചതോടെ ഇനി അവരെ തേടി കണ്ടുപിടിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ജോൺ ആ രാത്രി അവളോടൊപ്പം കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം ജോൺ ഇഗ്രിറ്റിനെയും കൊണ്ട് നൈറ്റ്സ് വാച്ച് ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ വളരെ തന്ത്രശാലിയായിരുന്നു ഇഗ്രിറ്റ്. പോകുന്ന വഴിയിലുടനീളം ജോണിനെ പ്രകോപിപ്പിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ സംസാരത്തിനിടയിൽ ജോണിന്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ അവൾ ജോണിനെ തള്ളിയിട്ട് പാറക്കെട്ടുകൾക്കിടയിലേക്ക് ഓടിമറഞ്ഞു. അവളെ പിന്തുടർന്ന ജോൺ ചെന്നു കയറിയത് ഒരു വലിയ സംഘം വയലിൻസുകളുടെ നടുവിലേക്കായിരുന്നു. അവർ ജോണിനെ പിടിച്ചുകെട്ടി തങ്ങളുടെ ഗോത്രത്തിന്റെ നേതാവായ ലോർഡ് ഓഫ് ദി ബോൺസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും കോറിനും അവരുടെ പിടിയിലായിരുന്നു. ജോണിനെ കണ്ടപാടെ കൊല്ലാൻ തുനിയുന്ന ലോർഡ് ഓഫ് ദി ബോൺസിനെ ഇയാൾ നൈറ്റ്സ് വാച്ചിലെ ഒരു സാധാരണ അംഗമല്ലെന്നും നെഡ് സ്റ്റാർക്കിന്റെ മകനായ ജോണിനെ കൊണ്ട് മാൻസ് റൈഡർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാവുമെന്നും പറഞ്ഞ് ഇഗ്രിറ്റ് തടഞ്ഞു. ഇതിനിടയിൽ ജോണിനോട് രഹസ്യമായി സംസാരിക്കുന്ന കോറിൻ നമ്മൾ 2 പേരും മരിച്ചാൽ വൈൽഡിങ്സിന്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് ഒരു വഴക്കുണ്ടാക്കി നീ എന്നെ കൊല്ലണമെന്നും ജോണിനോട് കോറിൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ അവർ നിന്നെ വിശ്വസിക്കുമെന്നും നിനക്ക് അവരോടൊപ്പം ചെന്ന് മാൻസ് റൈഡറുടെ പദ്ധതികൾ മനസ്സിലാക്കാമെന്നും പറഞ്ഞ കോറിന്റെ പദ്ധതി മനസ്സിലാ മനസ്സോടെ ജോൺ സ്നോ അംഗീകരിച്ചു. പിറ്റേന്ന് രാവിലെ വൈൽഡിങ്സിന്റെ ഒപ്പം നടക്കുമ്പോൾ പ്ലാൻ ചെയ്തതുപോലെ കോറിൻ ജോണിനെ ചീത്ത വിളിക്കാനും പ്രകോപിപ്പിക്കാനും തുടങ്ങി. ഒരാളുടെ വാൾ തട്ടിയെടുത്ത് ജോണിനെ ആക്രമിച്ച കോറിനെ നൈറ്റ്സ് വാച്ചിന് വേണ്ടി ജോൺ കൊന്നുകളയുന്നു. ഇതോടെ ജോൺ സ്നോ തങ്ങളുടെ പക്ഷത്താണെന്ന് വിശ്വസിച്ച വൈൽഡിങ്സ് അവനെയും കൊണ്ട് മാൻസ് റൈഡറുടെ ക്യാമ്പ് ലക്ഷ്യമാക്കി നീങ്ങി. പോകുന്ന വഴിയിൽ ഒരു മലമുകളിൽ വെച്ച് ഇഗ്രിറ്റ് ആ താഴ്വരയിൽ തമ്പടിച്ചിരിക്കുന്ന മാൻസ് റൈഡറുടെ 1/4 ലക്ഷത്തോളം വരുന്ന വൈൽഡിങ്സിന്റെ സൈന്യത്തെ കാണിച്ചു കൊടുത്തു. ആ വമ്പൻ സൈന്യത്തിന് മുന്നിൽ നൈറ്റ്സ് വാച്ച് വെറും പൊടിപടലം മാത്രമാണെന്ന് ജോൺ തിരിച്ചറിഞ്ഞു. അതേസമയം മഞ്ഞുമലകൾക്കിടയിൽ താവളമടിച്ചിരുന്ന സാമും കൂട്ടരും ദൂരെ നിന്നും ഒരു കാഹളം മുഴങ്ങുന്ന ശബ്ദം കേട്ടു. തുടർച്ചയായി 3 തവണ കാഹളം മുഴങ്ങിയപ്പോൾ അവർ ശരിക്കും ഭയന്നു. കാരണം 3 തവണ കാഹളം മുഴങ്ങുന്നത് വൈറ്റ് വാക്കേഴ്സ് വരുന്നതിന്റെ സൂചനയാണ്. അവന്റെ കൂടെയുള്ള 2 പേർ ഓടി രക്ഷപ്പെട്ടപ്പോൾ ഭാരം കൂടുതലുള്ള സാമിന് ഓടാൻ സാധിക്കാതെ വീണുപോയി. ഭയന്ന് വിറച്ച അവൻ ഒരു കല്ലിന് പിന്നിൽ ഒളിച്ചിരുന്നു. മഞ്ഞു മൂടിയ കാട്ടിലൂടെ ചീഞ്ഞഴുകിയ ഒരു കുതിരയുടെ മുകളിൽ ഒരു വൈറ്റ് വാക്കർ നടന്നു വരുന്നത് അവൻ കണ്ടു. അതിന് പിന്നാലെയായി ആയിരക്കണക്കിന് മരിച്ച മനുഷ്യരുടെ വലിയ സൈന്യവും ഉണ്ടായിരുന്നു. സാമിനെ അവർ കാണുന്നുണ്ടെങ്കിലും അവനെ തീരെ ഗൗനിക്കാതെ നൈറ്റ്സ് വാച്ചിന്റെ ആ കൂറ്റൻ മതിൽ ലക്ഷ്യമാക്കി അവർ മുന്നോട്ട് നീങ്ങി.